ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിൽമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയിട്ടുള്ള ദ സ്റ്റേയേഴ്സ് എന്ന ഒരു അടിപൊളി ഹൊറർ ടൈപ്പ് മൂവിയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് അടക്കാം. വാ. ഈ സംഭവം നടക്കുന്നത് 1997 ഇവിടെ ഒരു പയ്യൻ, ഇവൻ്റെ പേര് ജെസ്സി, അവൻ്റെ വെക്കേഷൻ ടൈം അടിച്ചു പൊളിക്കാനായിട്ട് മുത്തശ്ശനെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് പാരൻസിൻ്റെ കൂടെ ഓൺ ദ വേ ആണ്. ഇവൻ്റെ മുത്തശ്ശനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഒരു വേട്ടക്കാരനാണ്. ഇവൻ ഇവിടുന്ന് വരുന്ന ടൈമിലെല്ലാം അദ്ദേഹം അവനെയും കൂട്ടി വേട്ടയ്ക്ക് കാട്ടിലേക്ക് പോകാറുണ്ട്. അങ്ങനെ പറഞ്ഞും പിടിച്ചു നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞതേയില്ല. ജെസ്സിയും അവൻ്റെ പാരൻസ് ഇവിടെ എത്തി. പരസ്പരം രണ്ടു കൂട്ടരും കണ്ടുമുട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പി. അങ്ങനെ വന്നയുടനെ മുത്തശ്ശനും കുട്ടിയും വേട്ടയ്ക്ക് പോകാനൊരുങ്ങി. വേട്ടയ്ക്ക് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്ത് രണ്ടാളും അവിടെയുള്ള കാട്ടിലേക്ക് പോകും. രണ്ടാളും നടന്ന് കാടിൻ്റെ മധ്യഭാഗത്തെത്തി. ഈ സമയം അവിടെ ഒരു മാനിനെ കാണും. ഇതാണ് നിന്റെ കറക്റ്റ് ടൈം, ഒച്ച വെക്കാതെ നീ മാനിനെ ഫോക്കസ് ചെയ്ത് ഉന്നം തെറ്റാതെ വെടിവെക്കെന്ന് മുത്തശ്ശൻ പറയും. ഇവനും വളരെ ശ്രദ്ധയോടെ അതിനെ ഫോക്കസ് ചെയ്ത് വരുമ്പോഴേക്കും ടക്കെന്ന് മാൻ അവിടുന്ന് സ്കൂട്ടാകും. പോട്ടെടാ, നമുക്ക് അടുത്തത് നോക്കാമെന്നും പറഞ്ഞ് മുത്തശ്ശനും കൊച്ചുമോനും പിന്നെയും നടക്കാൻ തുടങ്ങി. നടന്നു പോകുന്ന വഴിയിൽ അവന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വരുമ്പോൾ പേരക്കുട്ടിക്ക് അവൻ്റെ കാതിൽ ഒരു പ്രത്യേക ശബ്ദം കേൾക്കും. ഉടനെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയാൽ അവിടെ ഒരു പ്രത്യേക തരം ജീവിയെ അവൻ കാണും. ഉടനെ അവൻ അതിന് സ്നാക്സ് കൊടുക്കാൻ അതിൻ്റെ പുറകിൽ പോയി. അങ്ങനെ അതിൻ്റെ പിന്നാലെ പോയി ഒരിടത്തെത്തി. അവൻ ഈ ജീവിയുടെ പുറകെ പോയപ്പോൾ മുത്തശ്ശൻ്റെ കാര്യങ്ങൾ മറന്നു. മുത്തശ്ശനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നടന്നു നീങ്ങുമ്പോൾ ഇവൻ പുറകിലുണ്ടാകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവനെ കാണാതായതോടെ ആളാകെ വെപ്രാളപ്പെടും. ഇതോടെ മുത്തശ്ശൻ അവനെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇവിടെ ഇവൻ എത്തി നിൽക്കുന്ന സ്ഥലം വളരെ പ്രത്യേകതയുള്ള ഒരു കോണിപ്പടി കാണും. ഈ കാടിന് നടുവിൽ ആരാണ് കോൺക്രീറ്റ് കൊണ്ട് ഇതുപോലൊരു പടി ഉണ്ടാക്കിയതെന്ന് അറിയില്ല. കൂടാതെ കോണിക്കൊരു അവസാനവും ഇല്ല. ഇപ്പോൾ ഇവൻ അതിൻ്റെ മുകളിൽ കയറി നോക്കി. അവിടെ താഴെ വീണ്ടും ആ ജീവിയെ കാണും. അതിൻ്റെ കൈയും കാലെല്ലാം മനുഷ്യനെ പോലെ തന്നെയുണ്ട്. പക്ഷേ മുഖം വളരെ കൊടൂരമായിട്ടുള്ളതാണ്. ഇവനും അത് എന്താണെന്ന് നോക്കാൻ കോണിപ്പടി ഇറങ്ങി താഴെ വന്ന് നോക്കിയാൽ ടക്കെന്ന് അത് അവനെ പിടിച്ചു വലിച്ച് ഉള്ളിലേക്ക് പോകും. ഇപ്പോൾ ഇതുവഴി വന്ന മുത്തശ്ശൻ ഈ സീൻ കാണും. ഉടനെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് അതിനെ പട്ടേ എന്ന് ഷൂട്ട് ചെയ്യും. എന്നാൽ ആ ജീവിക്ക് ഒന്നും സംഭവിക്കില്ല. ഉടനെ മുത്തശ്ശൻ ആ ക്രിയേച്ചർ കൊച്ചുമകനെ കൊണ്ടുപോയ അതേ സ്ഥലത്തേക്ക് അദ്ദേഹം പോകും. അവിടെ സീൻ കട്ട് ചെയ്താൽ 20 വർഷത്തിന് ശേഷം ഇവിടെ ഒരു കൂട്ടം ഫ്രണ്ട്സ് അതേ കാട്ടിലേക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് റെഡിയാകും. അങ്ങനെ എല്ലാവരും അതിന് വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കി ചലോ ഇവരെല്ലാവരും കാട്ടിലൂടെ നടക്കാൻ ആരംഭിച്ചു. അങ്ങനെ നടന്ന് വരുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു കൂടാരം പോലെ ഉണ്ടാക്കി വെച്ചത് ഇവർ കാണും. അത് കണ്ട് ഇതിനു മുൻപ് ഇവിടെ വന്ന ആളുകൾ ഉണ്ടാക്കിയതാവെന്ന് എല്ലാവരും പറയും. ഇപ്പോൾ അതിലൊരുത്തൻ എനിക്കിതൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് അടിക്കുന്നു, നമുക്ക് ഇവിടുന്ന് തിരികെ പോകാമെന്ന് പറയും. പക്ഷെ അവരാരും അവൻ്റെ വാക്ക് മൈൻഡ് ചെയ്യില്ല. പോകുന്ന വഴിയിൽ ഇവരുടെ കൂട്ടത്തിലെ ഒരു പെണ്ണ്, ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായി, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാം, നിങ്ങൾ നടന്നു പറയും. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് ഷൂസിൻ്റെ ലേസൊക്കെ കെട്ടുന്ന സമയം പൊള്ളി വികൃതമായിട്ടുള്ള ഒരു കാല് കാണും. പേടിച്ച് അവൾ ഇരുന്നോടത്തിരുന്ന് തല പൊക്കി നോക്കിയാൽ വികൃതമായ രൂപത്തോടെ ഒരു സ്ത്രീ. ഈ കാഴ്ച കണ്ട് പേടിച്ച് അവൾ കണ്ണുമൂടും. കുറച്ച് സമയത്തിനുള്ളിൽ കണ്ണ് തുറന്നു നോക്കിയാൽ അവിടെ ആരെയും കാണുവാനില്ല. ഇത് വല്ല പ്രേതമായിരിക്കുമെന്ന് വിചാരിച്ച് പേടിച്ച് അവിടെ നടന്നു വരുമ്പോൾ കാട്ടിലുള്ള ഒരു വള്ളിക്കൂടാരത്തിൽ ആ സ്ത്രീ ഇരിക്കുന്നു. ഇതോടെ അവളുടെ ഉള്ള ധൈര്യം പോയി. അലറി കൂവി അവൾ അവിടെ നിന്ന് ഓടും. പിന്നാലെ ആ യക്ഷിയും അവളെ തുരത്തി ഓടി വരും. ഓടി ഒരു വിധന ഇവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തെത്തും. അവരെ കണ്ടപാടെ ഇവളുണ്ടായ സംഭവം പറയും. ഞാൻ അവിടെ പാതി വെന്തുരുകിയ ശരീരത്തോടെ ഒരു പെണ്ണിനെ കണ്ടു, അതൊരു യക്ഷിയാണെന്നാ തോന്നുന്നത്, അതെന്നെ പിന്നാലെ വന്ന് കൊല്ലാൻ നോക്കി, എനിക്ക് പേടിയാകുന്നു. പക്ഷെ അവരാരും അത് വിശ്വസിക്കില്ല. ഇത് ഇത്ര ദൂരം നടന്ന് ടയേർഡ് ആയതിനാൽ നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ്. അങ്ങനെ യക്ഷിയും പ്രേതമൊന്നും ഇല്ലടി, ഇനി കുറച്ച് റിലാക്സ് ആയിട്ട് നമുക്ക് ഈ യാത്ര കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാവരും ഓക്കെ ആയതിനു ശേഷം വീണ്ടും ഇവർ യാത്ര തുടങ്ങി. സമയം വൈകുന്നേരമായി. അങ്ങനെ ഇവർ നടന്നു നീങ്ങുമ്പോൾ ഈ കാട്ടിൽ ഒരാൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ആരോടോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കാണും. ആരോടെ അയാൾ സംസാരിക്കുന്നതെന്ന് വെച്ച് ഇവരടുത്ത് പോയി നോക്കിയാൽ ഒരു കുഞ്ഞിനെ എടുത്തിരിക്കുന്ന പെണ്ണിനോടാണ്. ഈ പെണ്ണിനെയാണ് മുൻപ് ഇവരുടെ ടീമിലെ പെണ്ണ് കണ്ട് പേടിച്ചത്. ഇവളെ കണ്ടയുടനെ ട്രിപ്പിന് വന്ന പെണ്ണിനെ ആളെ മനസ്സിലാക്കും. ഇവളാണ് എന്നെ കൊല്ലാൻ നോക്കിയത്, ഇവിടെ നമുക്ക് നിൽക്കണ്ട, നമുക്ക് എവിടെയെങ്കിലും ഓടി രക്ഷപ്പെടാം എന്നൊക്കെ അവൾ പറയും. ഇതിൻ്റെ ഇടയിൽ ഇവരുടെ ടീമിലെ മറ്റൊരു പെണ്ണ് ആ ലേഡിയുടെ അടുത്ത് പോയിരുന്ന് അവളെ തൊടാൻ ശ്രമിക്കും. പക്ഷേ അപ്പോഴും കോട്ടൺ സിട്ടിട്ട ആള് പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതേ നേരം ഇവരുടെ ഗ്യാങ്ങിലെ വേറൊരുത്തൻ കോട്ടൺ സൂട്ടിട്ട ആളുടെ അടുത്ത് സംസാരിക്കാൻ ട്രൈ ചെയ്യും. ഉടനെ അവൻ ഗണ്ണെടുത്ത്, ഇവിടെ നോക്ക്, ഇതെൻ്റെ ഭാര്യയാണ്, ഞാനും എൻ്റെ ഭാര്യയും സംസാരിക്കുന്ന ഇടയിൽ ഒരുത്തരും കയറാൻ നോക്കണ്ട, എല്ലാറ്റും ഇവിടുന്ന് പോകാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാറ്റിനെയും കഥ തീർക്കും.
ഇവരെല്ലാവരും ഇത് കണ്ട് പേടിച്ച് ഒന്നും മിണ്ടാതെ പോകാൻ നിൽക്കുന്ന നേരം അയാൾ സ്വയം അയാളുടെ കഴുത്തിൽ വെടിവെക്കും. എന്നാൽ പ്രത്യേകിച്ച് അയാൾക്കൊന്നും സംഭവിക്കില്ല. ഇതെല്ലാം കണ്ട് ഇവർ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ ആ ലേഡി എഴുന്നേറ്റ് നിന്ന് അവളുടെ കയ്യിലെ കുഞ്ഞിനെ ഉയർത്തി കാണിക്കും. കുഞ്ഞിനെ കണ്ട് അവർ തരിച്ചുപോയി. മുഖം മാത്രമാണ് മനുഷ്യക്കോലുള്ളൂ, ബാക്കിയെല്ലാം ഏതോ ഒരു രാക്ഷസ കുട്ടിയെ പോലെ ഉണ്ട്. ഇത് കണ്ട് പേടിച്ച് പതറി എല്ലാവരും ഉള്ള ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടും. എത്രയൊക്കെ ഓടിയിട്ടും ഈ കാട് വിട്ട് പുറത്തു കടക്കാൻ അവർക്ക് സാധിക്കില്ല. സമയം സന്ധ്യയായി, എല്ലായിടത്തും ഇരുട്ട് നിറഞ്ഞു. ഇനി വേറെ ഒരു വഴിയില്ല, ടെന്റ് കെട്ടി ഇവിടെ സ്റ്റേ ചെയ്യാം എന്ന പ്ലാനിലാണ് എല്ലാവരും. അങ്ങനെ ഓരോരുത്തരും ടെന്റ് റെഡിയാക്കി അവിടെ കിടക്കും. അപ്പോഴാണ് ഒരുത്തൻ്റെ കണ്ണിൽ ഒരു മോൺസ്റ്റർ അവൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നത് കാണുക. ഞെട്ടി കണ്ണ് തുറന്നു നോക്കിയാൽ അതൊരു സ്വപ്നം അല്ല, യഥാർത്ഥത്തിൽ ഒരു മോൺസ്റ്റർ ഇവൻ്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വന്നയുടനെ അവനെ കൊന്ന് അവിടുന്ന് എടുത്തിട്ട് പോകും. അവൻ കരയുന്ന ശബ്ദം കേട്ട് എല്ലാവരും എഴുന്നേൽക്കും. എഴുന്നേറ്റ് അവിടെ മുഴുവൻ തേടി, പക്ഷെ അവൻ അവിടെയൊന്നും കാണില്ല. അങ്ങനെ കാണാതായ അവനെ തേടി ഇവരെല്ലാവരും ടോർച്ച് അടിച്ച് കാട്ടിലൂടെ നടക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇവർ തിരഞ്ഞു നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം വല്ലാത്തൊരു വെളിച്ചം കാണും. ഇപ്പോൾ എല്ലാവരും വെളിച്ചമുള്ള ഭാഗത്തേക്ക് നടന്നിങ്ങി. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു കോണിപ്പടി. അതിന് 2 സൈഡിലായിട്ട് 2 ലൈറ്റ് കത്തുന്നുണ്ട്. 20 വർഷം മുൻപ് ഈ കോണിപ്പടിയിൽ കയറിയതിനു ശേഷമാണ് ആ കുഞ്ഞിനെ കാണാതായത്. അതേ കോണിപ്പടി തന്നെയാണ് ഇത്. ഇപ്പോൾ അതിലൊരുത്തൻ ആ സ്റ്റെയർ കേസ് കയറി അതിൻ്റെ തൊട്ടപ്പുറത്തെ വശത്ത് ഒരു വാതിലുണ്ട്. ആ വാതിലിൻ്റെ പുറകിൽ ആരോ മൂളുന്ന ശബ്ദം ഇവന് കേൾക്കും. ഉടനെ ഇവരെല്ലാവരും ചേർന്ന് അവിടേക്ക് നടക്കും. അവൻ നമ്മുടെ കാണാതെ പോയ ഫ്രണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടാകുമെന്നും പറഞ്ഞേ ആ വാതിൽ തള്ളി തുറന്നതും ടക്കെന്ന് അവൻ താഴേക്ക് വീഴും. അതൊരു ബേസ്മെൻറ്റാ. ഇപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അതിനുള്ളിലേക്ക് ഇറങ്ങി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് ഇത്ര വലിയ സ്ഥലമാണെന്ന് തോന്നില്ല. അവിടെ നിറയെ മെഷീൻസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള മെഷീൻസാണ്. ഇത് മനുഷ്യനിർമ്മിതമാണോ എന്താണോ ഇതിൻ്റെ ഗുട്ടൻസ് എന്നറിയില്ല. അങ്ങനെ ടോർച്ച് അടിച്ച് ഇവർ നടക്കുമ്പോൾ ഒരു ചെറുക്കൻ അവിടെ ഇരിക്കുന്നത് കാണും. ഇവനാണ് 20 വർഷം മുൻപ് കാണാതെ പോയ നമ്മുടെ ജെസ്സി. അവൻ ഇപ്പോഴും അതേ ലുക്കിലും വയസ്സിലും തന്നെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പുറത്തു പോകാൻ സാധിക്കില്ലെന്ന് അവൻ പറയും. ഇത് സത്യത്തിൽ ഒരു പ്രവേശന കവാടാണ്. ഞാൻ പലതവണ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഒരു വാതിൽ തുറക്കും. അതുവഴി രക്ഷപ്പെട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഒന്നുമില്ലെങ്കിൽ അത് മാഞ്ഞു പോകും, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇതുപോലുള്ള മറ്റൊരിടത്തേക്ക് പോകും. അതുപോലെ നമ്മളെ കൊല്ലാൻ ശക്തിയുള്ള മനുഷ്യനും മൃഗവുമല്ലാത്ത ഒരു ജീവി ഇതിനുള്ളിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ശരിക്കും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാനുള്ള ഒരു വഴിയുണ്ട്. അതേപ്പറ്റി ഇവൻ ഇവരോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ആ ക്രിയേച്ചർ അവിടേക്ക് എത്തി. വന്ന പടെ അത് ഇവരിലൊരുത്തനെ പിടിച്ച് കടിച്ചു കൊല്ലും. അവനെ രക്ഷിക്കാനായി ഇവരെ കൊണ്ട് സാധിക്കില്ല. ഇവരപ്പോഴേക്കും സ്റ്റെപ്പൊക്കെ കയറി മുകളിലേക്ക് എത്തും. ഇപ്പോഴാണ് ഇവരൊരു കാര്യം മനസ്സിലാക്കുന്നത്. ഈ ക്രിയേച്ചർ ഓരോ പ്രാവശ്യവും ഓരോരുത്തരെ കൊന്ന് അവിടുന്ന് എടുത്തുപോയി ഒരു സ്ഥലത്ത് സേവ് ചെയ്തു വെക്കും, കുറച്ചു നേരം കഴിഞ്ഞ് കഴിക്കാനായിട്ട്. ആ സ്ഥലത്തേക്കാണ് ഇവർ കതകം തുറന്ന് ഇറങ്ങി വന്നത്. ആ ചെറുക്കൻ പറഞ്ഞതുപോലെ ഈ ബേസ്മെന്റ് ഒരു പ്രവേശന കവാടമാണ്. ഇവരെപ്പോഴൊക്കെ കതക് തുറക്കുന്നു അപ്പോഴെല്ലാം വേറെ വേറെ സ്ഥലത്തേക്കാണ് എത്തിക്കുന്നത്. അവിടെ നിറയെ മൃതശരീരങ്ങൾ ചീഞ്ഞഴിഞ്ഞ് കിടപ്പുണ്ട്. അതിൽ നിന്ന് വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു. അതേ നേരം അവിടേക്കെത്തിയ ക്രിയേച്ചർ ഇതെന്റെ സ്ഥലം, ഇന്ന് എനിക്ക് കുശാലാണെന്നും പറഞ്ഞ് ഇവരെ ആക്രമിക്കാൻ വരും. ഈ ടൈമിൽ ഇവരെല്ലാവരും വേഗം അവിടെയുള്ള വാനിൽ കയറി ഡോർ ലോക്ക് ചെയ്ത് മിണ്ടാതിരിക്കും. ക്രിയേച്ചർ അവരുടെ മൊത്തം കണ്ണൊടിച്ച് നോക്കി ആരില്ലെന്ന് വിചാരിച്ച് അവിടുന്ന് പോകും. ഇപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ ഈ ചെറുക്കനെ എവിടെയോ കണ്ട് നല്ല മുഖപരിചയം ഉണ്ടല്ലോ എന്ന് ഇവരുടെ ഗ്യാങ്ങിൽ ഒരുത്തൻ ആലോചിക്കും. അപ്പോഴാണ് ഇവനൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പോൾ ഇവന് 30 വയസ്സ്. ഒരു 20 വർഷം മുൻപ്, അതായത് ഇവന് 10 വയസ്സുള്ളപ്പോൾ ഇവൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഫ്രണ്ട്, അവൻ്റെ പേര് ജെസ്സി, അവൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിൽ പോയതിനു ശേഷം അവനെ കാണാതായി. അന്നത് വലിയ വാർത്തയായിരുന്നു. കാലം പോകും തോറും അതിനെപ്പറ്റി ആരും അന്വേഷിക്കാതെ ഇവനാണ് ചെറുപ്പത്തിൽ കാണാതെ പോയ ഇവൻ്റെ ഫ്രണ്ട്. ഇവർ രണ്ടുപേരും ചെറുപ്പത്തിൽ ഒരുമിച്ച് പഠിച്ചിരുന്ന കൂട്ടുകാരാണ്. പിന്നെ ഇവൻ എന്താ അവൻ്റെ മീതെ മറ്റൊരു ഡൗട്ട് എന്ന് വെച്ചാൽ ഇവൻ ഇന്നും അതേ 10 വയസ്സിലാണ് ഇരിക്കുന്നത്. ഒരു പക്ഷേ ഇതിനെല്ലാത്തിനും കാരണം ആ സ്റ്റെയർ കേസ് ആയിരിക്കും എന്ന കൺക്ലൂഷനിലെത്തിയവൻ. ഇതേപ്പറ്റി ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. രക്ഷപ്പെടാനുള്ള വഴി ആ ചെറുക്കനറിയാം, അതായത് നമ്മുടെ ജെസ്സിക്ക്. അതേപ്പറ്റി അവനോട് കേൾക്കും. അങ്ങനെ ഇവരെല്ലാവരും ചേർന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനൊക്കെ ഉണ്ടാക്കി അവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്ന നേരം അവിടേക്ക് എൻട്രി അടിച്ച ക്രിയേച്ചർ ഇവരെ ഗ്യാങ്ങിനെ കട്ടിച്ചു മുറിച്ചു കൊല്ലും. ഇനി ബാക്കിയുള്ളത് നമ്മുടെ ജെസ്സിയും അവൻ്റെ ആ ഫ്രണ്ടുമാണ്. ഇവിടുന്ന് എന്തായാലും രക്ഷപ്പെട്ടേ പറ്റുമെന്ന് വിചാരിച്ച് ഇവൻ കയ്യിൽ കിട്ടിയ സിലിണ്ടർ എടുത്ത് ക്രിയേച്ചറിന്റെ ദേഹത്തേക്ക് എറിയും. ഇതോടെ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ക്രിയേച്ചറിന്റെ ദേഹത്ത് തീ ആളിക്കത്തും. വേദന കൊണ്ട് പൊളഞ്ഞ് ക്രിയേച്ചർ കാട്ടിലൂടെ ഓടും. അത് ഓടി സ്റ്റെയർ കേസ് കയറി അപ്പുറത്തെ വശത്തുള്ള വാതിൽ തുറന്ന് അകത്തേക്ക് കടക്കും. അത് പോയ വഴിയിലെല്ലാം തീ ആളിക്കത്തും. സ്റ്റെയർ കേസ് കത്തി എരിഞ്ഞില്ലാതാക്കും. നേരം വെളുത്തതും അവിടേക്ക് പോലീസും ഇവരുടെ പാരൻസ് ഒക്കെ എത്തും. ഇവർ രണ്ടാളും നടന്ന വിഷയം പറയാൻ വരുമ്പോഴേക്കും പാരൻസ് ഓടി വന്ന് കുഞ്ഞു ജെസ്സിയെ കെട്ടിപ്പിടിക്കും.
ഇപ്പോഴും ആ കോണിപ്പടിക്കപ്പുറത്ത് ശരിക്കും എന്താണെന്ന് ഉത്തരം പറയാതെ ഈ സിനിമ ഇവിടെ അവസാനിപ്പിക്കും. ഞാനും എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു. ബായ്.